ഈശോയ്ക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ ഗുഡ്നെസ് ടിവിയുടെയും ഗുഡ്നെസ് യൂട്യൂബ് ചാനലിൻ്റെയും മാന്യ പ്രേക്ഷകരെ, കുരിശിൻ്റെ തണലിൽ ഷാഡോ ഓഫ് ദ ക്രോസ് എന്ന വചന പ്രഘോഷണ പരമ്പരയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഒരു ദ്വീപിൽ ധാരാളമായി കാണപ്പെടുന്ന ഒരു ചെടി ഉണ്ടായിരുന്നു. ആ ചെടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റുള്ള ചെടികളെ അപേക്ഷിച്ച് ഈ ചെടിയുടെ വേര് ആഴങ്ങളിലേക്ക് ഊന്നിയിരുന്നു. ഇനി ഈ ചെടിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആ ദ്വീപിലെ അന്തേവാസികൾ കണ്ടെത്തിയതാണ്. ഈ ചെടിയുടെ വേര് എങ്ങനെയെങ്കിലും എടുത്ത് പ്രത്യേകമായ രീതിയിൽ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ വീര്യം കൂടിയ മദ്യമുണ്ടാക്കാമെന്ന് അവർ കണ്ടുപിടിച്ചിരുന്നു. അപ്പം അതുകൊണ്ട് അവർക്ക് ഈ വീര്യം കൂടിയ മദ്യം ആവശ്യമാണ്. ആയതിനാൽ എങ്ങനെയും ഈ വേരെടുക്കുവാനായിട്ട് അവർ പരിശ്രമിച്ചു. നമുക്കറിയാം, തൂമ്പയോ അല്ലെങ്കിൽ നല്ല കമ്പിയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സാവകാശം ആ ചെടിയുടെ വേര് അടർത്തിയെടുക്കുവാനായിട്ട് സാധിക്കുമെന്ന്. എന്നാൽ ഈ ദ്വീപിലെ നിവാസികൾക്ക് അത് സാധ്യമായിരുന്നില്ല. കാരണം എന്താണ്? അവരുടെ കൈവിരലുകളൊക്കെ അറ്റുപോയിരുന്നു, കാലിലെ വിരലുകളും അറ്റുപോയിരുന്നു, ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും അറ്റുപോയിരുന്നു. ചുരുക്കത്തിൽ അവർക്ക് ഒന്നും കൈകൊണ്ട് പിടിക്കുവാൻ സാധിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഈ അവസ്ഥയിലൂടെ എങ്ങനെ ഈ ചെടിയുടെ വേരെടുക്കാനായിട്ട് പറ്റും? പക്ഷേ അവർ ഈ ചെടിയുടെ വേരിൽ നിന്ന് ലഭിക്കുന്ന വീര്യം കൂടിയ മദ്യം ഉണ്ടാക്കാം, അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഇതെങ്ങനെയും കരസ്ഥമാക്കണമെന്ന് ആഗ്രഹം. അതുകൊണ്ട് വേദന സഹിച്ചും അവർ കയ്യിലൂടെ ചോര കിനിയുമ്പോഴും അല്ലെങ്കിൽ വലിയ വേദനയിലൂടെ കടന്നു പോകുമ്പോഴും അവർ ഈ വേര് കരസ്ഥമാക്കുവാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ വീര്യം കൂടിയ മദ്യം ഉണ്ടാക്കുന്നു. സ്ത്രീ പുരുഷ ഭേദമന്യേ ഈ മദ്യം കഴിക്കുകയും അങ്ങനെ അവർ ജീവിതം മുമ്പോട്ട് തള്ളി നിൽക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം. പ്രിയപ്പെട്ടവരെ, കുഷ്ഠരോഗികളുടെ അപ്പസ്തോലൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പുസ്തകത്തിലെ ഏതാനും ഭാഗമാണ് ഞാനിവിടെ പ്രതിപാദിച്ചത്. നമുക്കറിയാം ഈ ദ്വീപിനെ കുറിച്ച്. മൊളോക്കോ ദ്വീപ്. ഈ ദ്വീപിലേക്ക് ഫാദർ ഡാമിയൻ ചെല്ലുമ്പോഴുണ്ടായ സാഹചര്യങ്ങളാണ് ഞാൻ മേൽ പ്രസ്താവിച്ചത്. പ്രിയപ്പെട്ടവരെ, കൂടാതെ ഈ ദ്വീപിലുള്ള വ്യക്തികൾക്ക് ഒരു നല്ലൊരു സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഏകദേശം 800-ൽ പരം അന്തേവാസികൾ ഉണ്ടായിരുന്നു. നല്ലൊരു വീടുണ്ടായിരുന്നില്ല, ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നില്ല, ശുദ്ധജലം അവിടെ ലഭ്യമായിരുന്നില്ല, ഭക്ഷണ പദാർത്ഥങ്ങളും അവർക്ക് അത്ര അധികം സുലഭമല്ലായിരുന്നു. കൂടാതെ ചില വ്യക്തികളൊക്കെ തങ്ങളുടെ കൂടെയുള്ള പ്രിയപ്പെട്ടവരൊക്കെ മരിക്കും. എല്ലാ ദിവസവും 1 മരണം 2 മരണമൊക്കെ ഉണ്ട്. ആ മരിക്കുന്നതനുസരിച്ച് പുറത്തുനിന്ന് ഇതുപോലെ കുഷ്ഠരോഗം ബാധിച്ച ആൾക്കാരെയും ഈ ദ്വീപിലേക്ക് വീണ്ടും വീണ്ടും പറഞ്ഞയച്ചു. അങ്ങനെ മനസ്സിടിഞ്ഞ് ആശയും പ്രതീക്ഷയും നഷ്ടപ്പെട്ടു പോയി. ഒരു പ്രതീക്ഷയൊന്നുമില്ലാതെ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതി, ജീവിതം തള്ളി നീക്കണമല്ലോ എന്ന് വിചാരിച്ച് ജീവിക്കുന്നവരും ജീവിതം തള്ളി നീക്കുന്ന വ്യക്തികളുമാണ് ഈ ദ്വീപിൽ ഉണ്ടായിരുന്നത്. ഫാദർ ഡാമിയൻ തൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. അദ്ദേഹം ഈ ചെടികളൊക്കെ മാറ്റി അതിനു പകരം നല്ല പൂച്ചെടികളൊക്കെ വെച്ചു പിടിപ്പിക്കുവാനായിട്ട് കൂടെയുള്ളവർക്ക് നിർദ്ദേശം നൽകി. അങ്ങനെ വന്നു കഴിയുമ്പം പലതരത്തിലുള്ള കളറുള്ള ചെടികൾ ഇങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ അവരുടെ മനസ്സിന് കുളിർമയേകി. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നല്ല വീടുകൾ പണിയുവാനായിട്ടുള്ള സഹായം ചെയ്തു കൊടുത്തു. അവരെയും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചു. നല്ല വീടുകൾ പണിതു. പിന്നെ ശുദ്ധജല സംവിധാനങ്ങൾ ഉണ്ടാക്കി. ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടുകൂടി തന്നെ വൈദ്യുതിയെല്ലാം ആ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചു. അങ്ങനെ പതുക്കെ പതുക്കെ അവരുടെ ജീവിതത്തിന് ഒരു മാറ്റം വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ വലിയൊരു മാറ്റത്തിലേക്ക് വന്ന ഒരു കാലഘട്ടം. അവിടെയുള്ളവർ ആദ്യ നാളുകളിൽ വലിയ ദുഃഖത്തിലൂടെ വ്യതയിലൂടെ കടന്നു പോയപ്പോൾ ഈ ഫാദർ അവിടെ ചെല്ലുകയും അവരെ ആശ്വസിപ്പിക്കുകയും അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കുകയും ഒരു പുതിയ ഒരു പ്രതീക്ഷ അവരുടെ ജീവിതത്തിന് പകർന്നു കൊടുക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും
ദൈവത്തിങ്കിലേക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ള പ്രതിസന്ധികളാണ്. എന്നാൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഈ പ്രതിസന്ധികളിൽ ദൈവത്തിങ്കിലേക്ക് നോക്കാതെ നമ്മിലേക്ക് തന്നെ നോക്കുമ്പോൾ, നമ്മുടെ ദുഃഖങ്ങളിലേക്കും കുറവുകളിലേക്കും നോക്കുമ്പോൾ അവിടെയാണ് ജീവിതത്തിൽ വേദനയുണ്ടാവുക, നിരാശയുടെ അടിമത്തങ്ങളിലൂടെ കടന്നു പോവുക. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ യാത്ര ചെയ്താൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇസ്രായേൽ ജനം ചെങ്കടൽ കടക്കുവാൻ നിൽക്കുന്ന ഒരു നിമിഷം അവർ ആ സമയം ചിന്തിച്ചത്, പിറകെ വരുന്ന ഫറവോയുടെ സൈന്യത്തെക്കുറിച്ച് ചിന്തിച്ചു, വിശാലമായ ഈ കടലിനെ കുറിച്ച് ചിന്തിച്ചു. അവരുടെയൊക്കെ ജീവിതങ്ങളിൽ പ്രതീക്ഷ അസ്തമിച്ചു. വലിയ ദുഃഖത്തിലേക്ക്, പരാതികളിലേക്ക് ജീവിതം നീങ്ങുകയാണ് ചെയ്തത്. എന്നാൽ മോശ ദൈവത്തിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തി. അപ്പോൾ ദൈവം പറഞ്ഞു, മോശേ, നീ വടി നീട്ടുക. വടി നീട്ടി അവിടെ അത്ഭുതം സംഭവിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം എന്താണ് അവിടെ സംഭവിച്ചത്. പിന്നെ എങ്ങനെയാണ് ജനങ്ങൾ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ ദൈവം ജനങ്ങളെ സഹായിച്ചതെന്നൊക്കെ നമുക്കറിയാം. എന്നാൽ ഇവിടെ എന്താ സംഭവിച്ചത്? തന്നിലേക്ക് നോക്കാതെ, നമ്മുടെ കഴിവുകളിലേക്ക് നോക്കാതെ, നമ്മെ സൃഷ്ടിച്ചവൻ്റെ ആ കഴിവുകളിലേക്ക് നോക്കിയപ്പോൾ അവിടെ വലിയൊരു വ്യത്യാസമുണ്ടായി, വലിയൊരു പ്രകാശമുണ്ടായി. ഇനി സാവൂളും സൈന്യവുമൊക്കെ ഈ ഗോലിയാത്തിനെ കണ്ടപ്പോൾ ഒന്ന് പകച്ചു നിന്നു. ഗോലിയാത്തിൻ്റെ ഭീമാകാരമായ ഒരു രൂപം, പടച്ചട്ട, ഇവയൊക്കെ കണ്ടപ്പം മുറങ്ങലിച്ചു പോയി. എന്നാൽ ദാവീദ് എന്തു ചെയ്തു? അവൻ ദൈവത്തിങ്കിലേക്ക് നോക്കി. അവിടെ മാറ്റം സംഭവിച്ചു. എനിക്കിതിനെ നേരിടുവാനുള്ള ശക്തി തരുമെന്ന വലിയൊരു ബോധ്യം ദാവീദിനുണ്ടായിരുന്നു. ആ ബോധ്യമാണ് ഗോലിയാത്തിനെ നേരിടുവാനുള്ള ശക്തി അവന് പ്രദാനം ചെയ്തത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ വലിയ തകർച്ചകളിലൂടെ, ദുഃഖങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മിലേക്ക് തിരിയാതെ നമ്മെ സൃഷ്ടിച്ച ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ സാധിക്കട്ടെ. അങ്ങനെ തിരിയുമ്പോൾ വലിയ മാറ്റം ജീവിതങ്ങളിൽ ഉണ്ടാവും. നമുക്കറിയാലോ, ഈ സസ്യലതാദികൾ സൂര്യപ്രകാശത്തിലേക്ക് നോക്കിക്കൊണ്ട്, സൂര്യനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അവർക്ക് ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുവാനും അതോടൊപ്പം തന്നെ ആ സസ്യങ്ങൾ ഇങ്ങനെ പൂത്തുലഞ്ഞ് പതുക്കെ പതുക്കെ വരികയും ചെയ്യുന്നത്. ഞാനത് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിരുന്ന സമയങ്ങളിൽ അവിടെയൊക്കെ ഏകദേശം 6 മാസം സ്നോയുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. അല്ലെങ്കിൽ 7-8 മാസമൊക്കെ സമ്മറുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. ഈ സ്നോയുടെ സമയത്തൊക്കെ കണ്ടുവന്ന ചില കാര്യങ്ങളുണ്ട്. ഓരോ രാജ്യത്തും സ്നോയ്ക്കും സമ്മറിനുമൊക്കെ പ്രത്യേക സമയമുണ്ട്, ദൈർഘ്യമുണ്ട്. നിങ്ങൾക്കറിയാലോ. കണ്ടുവന്ന ഒരു കാര്യം, ഈ സ്നോയുടെ സമയത്ത് വൃക്ഷങ്ങളൊക്കെ പതുക്കെ 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 ഇലകളങ്ങ് പൊഴിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പൊഴിച്ച് ഒരു 4 മാസവും 6 മാസവും ഒക്കെ ഒന്നുമില്ലാതെ ഇങ്ങനെ വിറങ്ങലിച്ച് ഇങ്ങനെ തണുപ്പിൻ്റെ സമയത്ത് നിൽക്കുക. അവർ നേരത്തെ തന്നെ തങ്ങൾക്കുള്ള ഭക്ഷണമൊക്കെ പാകം ചെയ്തു സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ. അങ്ങനെ നിൽക്കുകയാണ്. ഇനി എവിടെയെങ്കിലും അല്പം സൂര്യപ്രകാശം വന്നോ പെട്ടെന്ന് സൂര്യനിലേക്ക് നോക്കിക്കൊണ്ട് വീണ്ടും അവർക്ക് ആവശ്യമായ എനർജി സൂര്യപ്രകാശത്തിൽ നിന്ന് സ്വീകരിക്കുന്നു. അങ്ങനെ പതുക്കെ 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 സ്പ്രിംഗ് ആയി കഴിയുമ്പോഴത്തേക്കും സൂര്യപ്രകാശമൊക്കെ ഇങ്ങനെ പതുക്കെ വന്ന് പുതിയ തളിരിലകൾ വരുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ പുതിയ തളിരിലകൾക്ക് ഭയങ്കര വ്യത്യാസമാണ്. നമുക്കറിയാലോ, ഈ മാവ്, കശുമാവൊക്കെ പൂക്കുന്നതിന് മുൻപ് ഇലകളൊന്ന് പൊഴിക്കും, പിന്നീട് നല്ല ഇലകൾ വരും. ഈ തളിരിലകൾ വരുന്നത് കാണാൻ നല്ല രസമാണ്. അതിൻ്റെ പച്ചപ്പ് സൂക്ഷിച്ചു നോക്കിയാൽ അതിൻ്റെ പച്ചപ്പ്, അതിൻ്റെ നിറവൊക്കെ നമുക്കൊന്ന് എൻജോയ് ചെയ്യുവാനായിട്ട് പറ്റും. എനിക്ക് ഈ സസ്യങ്ങളോടൊക്കെ വളരെ അടുപ്പമുള്ളത് കൊണ്ട്, താല്പര്യമുള്ളത് കൊണ്ട് ഞാനിതിങ്ങനെ പതുക്കെ ശ്രദ്ധിക്കുമായിരുന്നു. ഞാൻ ശ്രദ്ധിച്ച കാര്യമുണ്ട്, ഈ തണുപ്പിലൊക്കെ നിന്ന മരങ്ങൾ പിന്നീട് ഈ സ്പ്രിങ്ങിൻ്റെ സമയമാകുമ്പം ആ വരുന്ന തളിരിലകൾ വലിയ ബ്യൂട്ടിയാണ് കാണുവാനായിട്ട്. നല്ലൊരു പച്ചപ്പ്, നല്ലൊരു ജീവനോട് കൂടിയാണ് വരുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പതുക്കെ പതുക്കെ ആ വൃക്ഷം മുഴുവൻ ഇങ്ങനെ ഇലകൾ കൊണ്ട് മൂടുകയാണ്, നിറയുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഒരു പ്രതീക്ഷയില്ലാത്ത സമയത്ത് പോലും പിടിച്ചു നിൽക്കുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമുക്കും പിടിച്ചു നിൽക്കുവാനായിട്ട് പറ്റും. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങൾ പോകുന്നില്ല, വേദനിക്കേണ്ട ആവശ്യമില്ല. ദൈവം നമ്മോട് കൂടെയുണ്ട്. എല്ലാ
പ്രതിസന്ധികളും ദൈവത്തിങ്കിലേക്ക് നോക്കാനുള്ള അവസരങ്ങളായിട്ട് കാണട്ടെ. ദൈവത്തിങ്കിലേക്ക് നോക്കാതെ നമ്മിലേക്ക് തന്നെ തിരിയുമ്പോൾ ചില കാര്യങ്ങൾ സംഭവിക്കുന്നു. അത് നിഷ്ക്രിയത്വത്തിലേക്കും നിരാശയിലേക്കും നാശോന്മുഖതയിലേക്കുമാണ് നമ്മെ നയിക്കുന്നത്. ഒന്നാമതായിട്ട് നിഷ്ക്രിയത്വം. ജീവിതത്തിൽ തകർച്ചകളിലൂടെ കടന്നു പോകുമ്പം ഒന്നും ചെയ്യണ്ട എന്ന ഒരു ചിന്തയിലേക്ക് നിഷ്ക്രിയമായിരിക്കുവാനുള്ള ഒരു പ്രവണത ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. നമുക്കറിയാലോ, ഏതെങ്കിലും ഒരു സംരംഭം തുടങ്ങി എന്ന് വിചാരിക്കുക, ആ സംരംഭത്തിൽ പരാജയപ്പെട്ടു എന്നും കൂടെ ഒന്ന് വിചാരിക്കുക. ആ പരാജയപ്പെടുന്ന അവസരങ്ങളിൽ നമ്മുടെ ജീവിത പങ്കാളിയോ മാതാപിതാക്കളോ മക്കളോ ഒക്കെ സപ്പോർട്ട് തരികയാണ്. സാരമില്ല മനുഷ്യനെ, കുഴപ്പമില്ല, നിങ്ങൾക്ക് പറ്റും, നിങ്ങളും തുടങ്ങ്, ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുമ്പം ഭയങ്കര വ്യത്യാസമാണ്. എന്നാൽ ജസ്റ്റ് ഓപ്പോസിറ്റാണ് സംഭവിക്കുന്നെങ്കിലോ എന്താണ് സംഭവിക്കുക? പിന്നെ വലിയ ദുഃഖത്തിലൂടെ വേദനയിലൂടെ കടന്നു പോവുക. ഞാൻ എന്ത് ചെയ്താലും അതൊന്നും ഗുണം പിടിക്കത്തില്ല, എല്ലാം വലിയ വേദനയിലൂടെ പരാജയത്തിലേക്ക് മാറുകയുള്ളൂ. നീ ഒരു തോൽവിയാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവർ പരിഹസിക്കുമ്പോൾ വീണ്ടും വീണ്ടും വേദന കൂടിക്കൊണ്ടിരിക്കുക. അങ്ങനെ വരുന്ന അവസരങ്ങളിൽ നിരാശയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. ഇതാണ് ജീവിതത്തിലെ തകർച്ചകളുണ്ടാകുമ്പോൾ ഒന്നാമതായിട്ട് സംഭവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നിഷ്ക്രിയത്വത്തിലേക്ക് പോയി കഴിയുമ്പോൾ സാവകാശം നിരാശയിലേക്ക് മനുഷ്യൻ വരികയാണ് ചെയ്യുന്നത്. നമുക്കൊക്കെ നമ്മളെക്കുറിച്ചും നമ്മുടെ പ്രിയപ്പെട്ടവരെക്കുറിച്ചൊക്കെ വലിയ പ്രതീക്ഷകളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. ഈ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ ചില അവസരങ്ങളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആകണമെന്ന് ഇല്ല. ഇനി പലപ്പോഴും പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ പോലും ആ പ്രതീക്ഷകൾക്കും സ്വപ്നങ്ങൾക്കും ഒക്കെ നിറക്കൂട്ടുകൾ പകരുവാനായിട്ട് ഞാനും നിങ്ങളുമൊക്കെ ശ്രമിക്കാറുണ്ട്. എന്നാൽ ചില സമയത്ത് എത്രമാത്രം സഹായിച്ചാലും ചിലർക്കത് പറ്റത്തില്ല. കാരണം എന്താ? അവരുടെ മനസ്സിന് ഏൽപ്പിച്ച മുറിവ്, ആഘാതം അത് വലുതാണ്. നിരാശയിലേക്ക് പോവുകയാണ്. ദൈവത്തിൽ വിശ്വാസമുള്ള വ്യക്തികളൊക്കെ ഉണ്ട്. അഴിമേറിയ വിശ്വാസമുള്ള വ്യക്തികളാണെങ്കിൽ പിടിച്ചു നിൽക്കും. എന്നാൽ വിശ്വാസമുള്ള വ്യക്തികൾ, ആഴമേറിയ വിശ്വാസമുള്ള വ്യക്തികൾ, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് തിരിക്കാം. ഇനി വിശ്വാസമുള്ള വ്യക്തികൾ, അവർ പോലും ചിലപ്പോൾ ഈ നിരാശയിലേക്ക് പോകാറുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും ഏറ്റവും സ്നേഹത്തോടെ കൃത്യനിഷ്ഠയോടുകൂടെ ചെയ്യുകയാണ്, പക്ഷേ ദൈവം പോലും ഇതൊന്ന് കാണുന്നില്ലല്ലോ എന്ന ചിന്തയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ട്. ഇനി ചിലരൊക്കെ പറയാറുണ്ട്, എനിക്ക് പറ്റിയ ജീവിത പങ്കാളിയല്ല ലഭിച്ചത്. വലിയൊരു നിരാശയാണ്. ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു, പ്രതീക്ഷകളുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ചിന്താഗതി വെച്ചുകൊണ്ട് പോകുന്നു. പിന്നെ ജീവിതം ഇനി അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2-3 മക്കളൊക്കെ ഉണ്ടായി. ജീവിത അവസാനം വരെ ചിന്ത ഇതാണ്, എനിക്ക് പറ്റിയ ജീവിത പങ്കാളി അല്ല, എനിക്ക് പറ്റിയ മക്കളല്ല, ഞാൻ ഈ കുടുംബത്തിലല്ലായിരുന്നു ജനിക്കേണ്ടിയിരുന്നത്, ഞാൻ ഈ കുടുംബത്തിലല്ലാതെ വേറെ ഏതെങ്കിലും കുടുംബത്തിൽ ജനിക്കുമായിരുന്നെങ്കിൽ ഞാൻ ഈ നിലയിൽ എത്തുകയില്ലായിരുന്നു. അങ്ങനെ സ്വയം പഴിച്ച് നിരാശയിലൂടെ നീങ്ങുന്ന വ്യക്തികളുണ്ട്. സ്നേഹമുള്ളവരെ, ഓർക്കുക, ദൈവം നമുക്ക് നൽകിയ ജീവിതം, ആ ജീവിതത്തെ എങ്ങനെ നേരിടണമെന്ന് തന്നെ നമുക്കറിയാം. ദൈവം അതിന് കഴിവ് തന്നിട്ടുണ്ട്. ഒരു വഴി അടയുമ്പോൾ മറ്റൊരു വഴി തുറന്നു തരും. ആ ഒരു വലിയൊരു വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. ഇനി ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ നിരാശയിലൂടെ പോകുമ്പോൾ, നിഷ്ക്രിയത്വത്തിലേക്കൂടെ കടന്നു പോകുമ്പോൾ നാശോന്മുഖമായ പ്രവൃത്തികളിലേക്ക് അവർ ഏർപ്പെടും. അവർ സ്വയം ഹത്യയിലേക്ക് നീങ്ങും, അല്ലെങ്കിൽ കൂടെയുള്ളവരെയും കൂടെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കും. മാധ്യമങ്ങളിലൂടെയൊക്കെ നാം അത് വായിച്ചു കേൾക്കാറുണ്ട്. വലിയ തകർച്ചയിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങൾ അവരെന്തു ചെയ്യും? ചിലർ മാതാവും പിതാവും തീരുമാനമെടുക്കുന്നു ആത്മഹത്യ ചെയ്യാം. അവരുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും ഒഴിവാക്കാതെ അവരെയും കൂടെ കൂട്ടിക്കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നാം വായിച്ചിട്ടുണ്ട്, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നാശോന്മുഖമായ പ്രവൃത്തികളിലേക്ക് ഏർപ്പെടുന്ന വ്യക്തികൾ, അവർക്ക് പറ്റുന്നില്ല പിടിച്ചു നിൽക്കുവാനായിട്ട്. പുതിയൊരു പ്രതീക്ഷയൊന്നും ജീവിതത്തിന് കാണുവാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. ഇനി ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, ഞാൻ മൊളോക്കോ ദ്വീപിലെ അന്തേവാസികളെക്കുറിച്ച് പറഞ്ഞില്ലേ, അവരെ പോലെ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ട് ആ ലഹരി വസ്തുക്കൾ നൽകുന്ന സന്തോഷം, നൈമിഷിക സുഖം, അതിലിങ്ങനെ അടിമപ്പെട്ട് ഇങ്ങനെ ജീവിക്കുകയാണ്.
ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുന്ന അവസ്ഥയിൽ. എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവമാ നമുക്ക് ശക്തിയും ബലവും നൽകുന്നത്. നമ്മൾ ദൈവത്തിങ്കിലേക്ക് നോക്കിയാൽ, മോശ ദൈവത്തിങ്കിലേക്ക് നോക്കി, വലിയ മാറ്റമുണ്ടായി. ദാവീദ് ദൈവത്തിങ്കിലേക്ക് നോക്കി, വലിയ മാറ്റമുണ്ടായി. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ തകർച്ചകളിലൂടെ കടന്നു പോകുമ്പോൾ നിരാശയിലേക്ക്, നാശോന്മുഖതയിലേക്ക് വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. എന്നാൽ ദൈവത്തിങ്കിലേക്ക് ഒന്ന് നോക്കുവാൻ സാധിച്ചാൽ, ദൈവം കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുവാൻ സാധിച്ചാൽ വലിയ മാറ്റങ്ങളാണ് പ്രിയപ്പെട്ടവരെ സംഭവിക്കുക. ചെറുപ്പകാലത്ത് എനിക്ക് ഈ പരുന്തിനോട് ഭയങ്കര ദേഷ്യമായിരുന്നു. കാരണം എന്താണ്? അമ്മ കോഴിമുട്ടയൊക്കെ വെച്ച് ഇങ്ങനെ കോഴീനെ അടയിരുത്തി കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ ഈ പക്ഷിയോട് ദേഷ്യം തോന്നാനുള്ള കാരണം, ആ വിരിഞ്ഞ പകുതിയിലധികം കോഴിക്കുഞ്ഞുങ്ങളെ ഈ പരുന്ത് റാഞ്ചിക്കൊണ്ട് പോകും. അതുകൊണ്ട് എനിക്ക് ഈ പരുന്തിനോട് ഭയങ്കര ദേഷ്യമായിരുന്നു. എന്നാൽ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ പരുന്തിനോടുള്ള ദേഷ്യം എനിക്ക് മാറി. കാരണം എന്താ? ഡോക്ടർ അബ്ദുൽ കലാമിൻ്റെ ഒരു പുസ്തകം വായിച്ചു. അതിൽ ഈ പരുന്തിൽ 1-2 സവിശേഷതകൾ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഈ സവിശേഷതകൾ, ഇതിൻ്റെ പ്രത്യേകതകൾ കണ്ടപ്പം എനിക്ക് ആ പരുന്തിനോട് ഒരു ബഹുമാനം തോന്നി. കാരണം എന്താ? ഇത് ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് ഈ പക്ഷി ജീവിതത്തെ നേരിടുന്നത് എന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം തൻ്റെ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. നമുക്കറിയാലോ, പരുന്ത് മറ്റു പക്ഷികളെക്കാൾ വളരെ ഉയരത്തിലൂടെയാണ് പറക്കുന്നത്. വളരെ ഉയരത്തിലൂടെ പറക്കുന്ന ഒരു പക്ഷി. നമുക്കറിയാലോ, കാർമേഘം വർഷിച്ചാണ് മഴയുണ്ടാവുക. ഇങ്ങനെ മഴത്തുള്ളികൾ ഈ പരുന്തിൻ്റെ ചിറകിൽ വീഴുന്നത് ഭയങ്കര ഇറിറ്റേഷനാണ് ഈ പക്ഷിക്ക്. ഒരു തുള്ളി വെള്ളം ഇതാഗ്രഹിക്കാതെ ഇതിൻ്റെ ചിറകിൽ വീണാൽ ഭയങ്കര അസ്വസ്ഥതയാണ്, ഭയങ്കരമായിട്ടത് ശബ്ദമുണ്ടാക്കും. അതുകൊണ്ട് ഈ പരുന്ത് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നമുക്കറിയാലോ, ഈ മേഘത്തിന് മുകളിലൂടെ അങ്ങ് പറന്നു എന്ന് വിചാരിക്കുക, പിന്നെ മഴത്തുള്ളികൾ വർഷിക്കില്ല. അതുകൊണ്ട് ഈ പരുന്ത് ഇങ്ങനെ കാർമേഘം വർഷിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ മേഘത്തിന് മുകളിലൂടെ പറക്കുവാനായിട്ട് ശ്രമിക്കുന്നു. ഇത് അതിജീവനം, ഇത് അതിജീവിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, ഇതിനുള്ള രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, അതായത് ഈ പരുന്ത് വലിയ മരത്തിൽ കൂടുകെട്ടി ജീവിക്കുന്ന ഒരു പക്ഷിയാണ്. ഈ പക്ഷി നമുക്കറിയാലോ, ശക്തിയേറിയ കാറ്റ് ഉണ്ടാവുകയാണെന്ന് വിചാരിക്കുക. പ്രത്യേകിച്ച് ഫ്ലോറിഡ പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ശക്തിയേറിയ കാറ്റ്, ഹരിക്കെയിൻസ് ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ പക്ഷിക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, കൊടുങ്കാറ്റുണ്ടാകുന്ന സമയത്ത് ഈ പക്ഷി എന്ത് ചെയ്യുന്നറിയാമോ? അതിനറിയാം. അതായത് ഇങ്ങനെ മറുതലിച്ച് നിന്നിട്ട് കാര്യമൊന്നുമില്ല, വെറുതെ ശക്തി, ഊർജം പാഴാക്കി കളയാനേ പറ്റുള്ളൂ. അതുകൊണ്ട് ശക്തിയേറിയ കാറ്റുണ്ടാകുന്ന സമയത്ത് ഇതിങ്ങനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ചിറക് പിടിച്ച് ഇങ്ങനെ പതുക്കെ ബാലൻസ് ചെയ്ത് ഇങ്ങനെ അങ്ങ് നിൽക്കും. പിന്നെ ഈ കാറ്റിൻ്റെ ദിശ, ആ ദിശയിലേക്കാണെങ്കിൽ കാറ്റ് ഇതിനെ ആ ദിശയിലേക്ക് പകർത്തിക്കൊണ്ട് പോകും. ഇനി മറുദിശയിലേക്കാണെങ്കിൽ കാറ്റ് ആ ദിശയിലേക്ക് ഈ പരുന്തിനെ പറത്തിക്കൊണ്ട് പോകും. ചിലപ്പോൾ കാറ്റിൻ്റെ വേഗത അനുസരിച്ച് 6, 7, 10 കിലോമീറ്റർ വരെ ഈ പരുന്തിനെ ഇങ്ങനെ പകർത്തിക്കൊണ്ട് പോകും. പരുന്തിങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുന്നതേ ഉള്ളൂ, അത് വേറെ എഫേർട്ടൊന്നും ചെയ്യുന്നില്ല. ഇനി കാറ്റ് ശാന്തമായി കഴിയുമ്പം അതെത്തിയ സ്ഥലത്ത് പതുക്കെ 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 അത് താഴ്ന്ന് പറന്നിറങ്ങി അവിടെയുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു 4-5 ദിവസം അവിടെ ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. കൊടുങ്കാറ്റ് ശാന്തമായി കഴിയുമ്പം അതിനറിയാം അതിൻ്റെ കൂടെ എവിടെയാണെന്ന്. അതങ്ങനെ തിരിച്ചു പറക്കുവാനായിട്ട് ശ്രമിക്കുന്നു. 10 കിലോമീറ്ററൊക്കെ തിരിച്ചു പറക്കുക, അല്ലെങ്കിൽ 30 കിലോമീറ്റർ തിരിച്ചു പറക്കുക ഈ പരുന്തിനൊന്നുമല്ല. ഇതങ്ങനെ തിരിച്ചു പറന്ന് തൻ്റെ പഴയ സ്ഥാനത്തെത്തി അവിടെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പരുന്തിൻ്റെ പ്രത്യേകത കണ്ടോ? ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പം നേരിടുന്നത് എങ്ങനെയാണ്? അത് കാർമേഘത്തിന് മുകളിലൂടെ പറന്നു, കാറ്റിൻ്റെ സമയത്ത് സ്വയം വിട്ടുകൊടുത്തു, പക്ഷേ തിരിച്ചു പറന്നെത്തി ശാന്തമായി. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ തകർച്ചകളും ദുഃഖങ്ങളും ഉണ്ടാകുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഒരേ ആംഗിളിൽ ചിന്തിക്കുവാൻ ശ്രമിക്കുന്നു. ഒരേ ആംഗിളിൽ ചിന്തിക്കുവാൻ ശ്രമിച്ചാൽ അവിടെയാ വേദനയും ദുഃഖവും കൂടുന്നത്. ദൈവം നമുക്ക് കഴിവ് നൽകിയിട്ടുണ്ട്, ചിന്താശക്തി നൽകിയിട്ടുണ്ട്. നമ്മൾ പലതരത്തിലുള്ള രീതിയിൽ
പലതരത്തിലുള്ള ആംഗിളിൽ ജീവിതത്തെ നോക്കിക്കാണുമ്പോൾ നമുക്കതിനെ ആ തകർച്ചകളെ ഓവർകം ചെയ്യുവാനായിട്ട് സാധിക്കും. മൊളോക്കോ ദ്വീപിലേക്ക് എത്തിയ ഡാമിയൻ വേറൊരു ജീവിതത്തെ നോക്കിക്കണ്ടു. അപ്പോൾ അവിടെ സന്തോഷം കൊടുക്കുവാൻ സാധിച്ചു, അവരോട് ഒരുവനായിട്ട് ജീവിക്കുവാൻ സാധിച്ചു. അങ്ങനെ കുറേ നാളുകൾ അവരോടൊപ്പം ചെലവഴിച്ച് അവരുടെ ആ ചുരുങ്ങിയ ആയുഷ്കാലം അവർക്ക് സന്തോഷം പകർന്നു കൊടുക്കുവാനായിട്ട് സാധിച്ചു. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിത അവസരങ്ങളെ, ജീവിത സാഹചര്യങ്ങളെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ഈശോയെ, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയെയും ഓരോ കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദുഃഖങ്ങളില്ലാത്ത, നൊമ്പരങ്ങളില്ലാത്ത വ്യക്തികളോ കുടുംബങ്ങളോ ഇല്ല. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന വ്യക്തികൾ വലിയ ദുഃഖത്തിൻ്റെ ആഴത്തിലൂടെ കടന്നു പോകുന്നു. എന്തു ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നാഥ, അങ്ങ് കൂടെ ഉണ്ടാകണമേ. കാരുണ്യവനായ ദൈവമേ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയെയും കുടുംബത്തെയും സമൂഹത്തെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നാഥ, പ്രതികൂല സാഹചര്യങ്ങളിൽ അങ്ങയിലേക്ക് നോക്കുവാനുള്ള വലിയൊരു കൃപ നൽകി അനുഗ്രഹിക്കണമേ. ആത്മാവിൻ്റെ ശക്തിയാൽ ഓരോ വ്യക്തിയെയും ഓരോ കുടുംബത്തെയും അങ്ങ് നിറയ്ക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.